അവന് കഴിവുള്ള മനുഷ്യനാണെങ്കിൽ അവന് ഹജ്ജിന് പോകാൻ അവന് അവകാശമായി, അല്ലെങ്കിൽ അവന്റെ സമയമായി, അത് ഫർളായി മാറും. കടങ്ങളുള്ള പലരും ഉണ്ടാകും. ചില ആളുകൾ പറഞ്ഞു കട വീട്ടിയിട്ടേ ഹജ്ജിന് പോകാമോ എന്ന് പറയുന്ന പലരുണ്ട്. അങ്ങനെ കട വീടാൻ ഒരു ചാൻസും ഇല്ലെങ്കിൽ ഹജ്ജിന് പോകാതിരിക്കാൻ പറ്റുമോ? ആ കടമുള്ള ആളുകൾ കടത്തിന്റെ ലിസ്റ്റൊക്കെ എഴുതി വെക്കണം. എടുത്തു വച്ചിട്ട് എത്രത്തോളം കടങ്ങളുണ്ടോ ആ കടങ്ങളുള്ള ആളുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജിന് പോകാനുള്ള അവസരമുണ്ട്. ചില മനുഷ്യരൊക്കെ കടം തന്നവരായാലും ഇങ്ങനൊരു ആഗ്രഹം പറയുമ്പോ വിധി എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, താങ്കൾക്ക് തിരിച്ചു തരാനുള്ള കടത്തിലുള്ള പൈസയുണ്ട്, എനിക്ക് ഹജ്ജിന് പോകാനുള്ള അവസരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പൊരുത്തം ഉണ്ടെങ്കിൽ അവന് ഹജ്ജിന് പോകാൻ പറ്റും. പൊരുത്തം ഇല്ലെങ്കിൽ പറ്റൂല. പൊരുത്തം ഇല്ലെങ്കിൽ ആ കടം വിടാതെ വേറെ വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ല. ചില മനുഷ്യർ എങ്ങനെ ആയിരിക്കാം, കാരണം ഹറമിലല്ലേ പോകുന്നത്, അവിടെ നല്ല കബൂലിയത്ത് നൽകിയാൽ പടച്ചിറപ്പ് ദുആ സ്വീകരിച്ചാൽ തിരിച്ചു വന്നാൽ വേഗത്തിൽ കട തീർക്കാൻ